ഹലോ, ഈ സെക്ഷനിലേക്ക് സ്വാഗതം. നിങ്ങൾ കൂടുതൽ വിസ്തരിച്ചും ശ്രദ്ധയാകർഷിക്കുന്ന വിധത്തിലുമുള്ളതായ ഒരു ഹെയർ സ്റ്റൈലിനാണ് തിരയുന്നതെങ്കിൽ 5, 7, 8 ഇൻ്റർലോക്ക് ബണ്ണുകൾ അനുയോജ്യമായിരിക്കും. ഇവ ചെയ്യുന്നതിന് അതീവ ശ്രദ്ധയും വൈദഗ്ധ്യവും ആവശ്യമാണ്. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. 5 ഇൻ്റർലോക്ക് ബണ്ണിന്റെ നടപടിക്രമം നടത്തുക. 7 ഇൻ്റർലോക്ക് ബണ്ണിന്റെ നടപടിക്രമം നടത്തുക. 8 ഇൻ്റർലോക്ക് ബണ്ണിന്റെ നടപടിക്രമവും നടത്തുക. നമുക്കിപ്പോൾ 5 ഇൻ്റർലോക്ക് ബണ്ണിന്റെ നടപടിക്രമം നോക്കാം. ഇനി പറയുന്നവയാണ് ഇതിന്റെ ഘട്ടങ്ങൾ. ഘട്ടം 1, മുടി ഒരുക്കുക. ഘട്ടം 2, ഒരു പോണിടെയിൽ സൃഷ്ടിക്കുക. ഘട്ടം 3, മുടി 5 ഭാഗങ്ങളായി വിഭജിക്കുക. ഘട്ടം 4, മുടി ചുരുട്ടി 5 ഇന്റർലോക്കുകൾ സൃഷ്ടിക്കുക. ഘട്ടം 5, ഹെയർ സ്റ്റൈൽ തയ്യാറാക്കുക. ഇനി ഈ ഘട്ടങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം. പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് മുൻപ് മുടി വൃത്തിയുള്ളതും ഉണങ്ങിയതുമാണെന്ന് ഉറപ്പാക്കുക. ഇത് സ്റ്റൈലിന് ഉറപ്പുള്ള അടിസ്ഥാനം നൽകുന്നു. മുടി ചീകി അതിൽ കുരുക്കുകളില്ലെന്ന് ഉറപ്പാക്കി ആരംഭിക്കുക. ഉയർന്നു നിൽക്കുന്ന ഒരു പോണിടെയിൽ സൃഷ്ടിക്കാൻ തലയുടെ മേൽഭാഗത്തിന് തൊട്ടുപിന്നിലായുള്ള ക്രൗൺ ഭാഗത്ത് മുഴുവൻ മുടികളും ശേഖരിച്ച് ഒരു ഹെയർ ടൈ ഉപയോഗിച്ച് കെട്ടിവെക്കുക. ഈ പോണിടെയിലിനെ 5 ഭാഗങ്ങളായി വിഭജിക്കുക. ഇതിൽ 3 ഭാഗങ്ങൾ മാത്രം പിൻ ചെയ്യുക. ബാക്കിയുള്ള 2 കെട്ടാത്ത രീതിയിൽ വിട്ടേക്കുക. ഒരു ഭാഗം മുകളിലേക്കും മറ്റൊന്ന് ഇടതുവശത്തേക്കും അവസാനത്തേത് താഴേക്കും അഭിമുഖീകരിക്കുന്ന നിലയിലായിരിക്കും. കെട്ടാത്ത മറ്റു 2 ഭാഗങ്ങളിൽ ഒന്ന് മുകളിലുള്ളതിനും താഴേക്കുള്ളതിനും ഇടയിലായിരിക്കും. മറ്റേത് മുകളിലുള്ളതിനും ഇടതുവശത്തേക്കുള്ളതിനും ഇടയിൽ ആയിരിക്കും. ഇതിൽ ആദ്യത്തെ ഭാഗമെടുത്ത് ചീപ്പ് ഉപയോഗിച്ച് പിന്നിലേക്ക് ചീകുക. പിന്നീട് ഇത് എതിർദിശയിലേക്ക് ചുരുട്ടി പോണിടെയിലിന്റെ മധ്യത്തിലേക്ക് പിൻ ചെയ്യുക. ഒരു നല്ല ശീലം. ചുരുട്ടിയ മുടിക്ക് കൂടുതൽ ഉറപ്പും ബലവും നൽകാൻ ചെറുതായി ഹെയർ സ്പ്രേ പ്രയോഗിക്കുക. കെട്ടാത്ത 2 ഭാഗങ്ങൾ ആദ്യ റോളിന്റെ ഇരുവശങ്ങളിലും പിൻ ചെയ്യുക. താഴേക്ക് നിൽക്കുന്ന ഭാഗം ഉപയോഗിച്ച് ഇതേ പ്രക്രിയ ആവർത്തിക്കുക. ചീപ്പ് ഉപയോഗിച്ച് പിന്നിലേക്ക് ചീകി വിരലുകൾ ഉപയോഗിച്ച് ചുരുട്ടി മുൻപത്തെ റോളിലേക്ക് പിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള 2 റോളുകൾ ഉണ്ട്. ഇനി വീണ്ടും ഇടതുഭാഗം എടുത്ത് നടുവിലുള്ള 2 റോളുകൾക്ക് മുകളിലേക്ക് ചുരുട്ടി യു പിൻ ഉപയോഗിച്ച് പിൻ ചെയ്യുക. ഇനി ഇടതുവശത്തുള്ള കെട്ടാത്ത ഭാഗമെടുത്ത് ചീപ്പ് ഉപയോഗിച്ച് പിന്നിലേക്ക് ചീകി ഇടതുവശത്തുള്ള രണ്ടാമത്തെ റോളിന് സമീപത്തേക്ക് ചുരുട്ടി അതിന്റെ വശത്തേക്ക് പിൻ ചെയ്യുക. ശേഷിക്കുന്ന ഭാഗങ്ങൾക്കും ഇതേ പ്രക്രിയ ആവർത്തിക്കുക. തിളക്കമുള്ളതും സുരക്ഷിതവുമായ ഹെയർ സ്റ്റൈൽ ഉറപ്പാക്കാനും ഹെയർ സ്റ്റൈൽ ഉറച്ചിരിക്കാനും നേരിയ രീതിയിൽ ഹെയർ സ്പ്രേ പ്രയോഗിക്കുക. അലങ്കാര ഹെയർ പിന്നുകൾ പ്രയോഗിച്ച് നിങ്ങൾ ചെയ്ത 5 ഇന്റർലോക്ക് ബണ്ണിന്റെ ഭംഗി വർദ്ധിപ്പിക്കുകയും സ്വാഭാവികത നൽകുകയും ചെയ്യാവുന്നതാണ്. ഇത്രയുമേ വേണ്ടൂ. നിങ്ങൾ ഒരു 5 ഇന്റർലോക്ക് ബൺ ചെയ്തു കഴിഞ്ഞു. പരിശീലനത്തിലൂടെ ഈ പ്രക്രിയ നിങ്ങൾക്ക് പ്രയാസം കൂടാതെ ചെയ്യാൻ കഴിയും. ഇനി 7 ഇന്റർലോക്ക് ബൺ ഹെയർ സ്റ്റൈലിന്റെ നടപടിക്രമം എന്തെന്ന് നോക്കാം. ഇനി പറയുന്നവയാണ് അതിന്റെ ഘട്ടങ്ങൾ. ഘട്ടം 1, മുടിയൊരുക്കുക. ഘട്ടം 2, ഒരു പോണിടെയിൽ സൃഷ്ടിക്കുക. ഘട്ടം 3, പോണിടെയിലിനെ 7 ഭാഗങ്ങളായി വിഭജിക്കുക. ഘട്ടം 4, മുടി ചുരുട്ടി 7 ഇന്റർലോക്കുകൾ സൃഷ്ടിക്കുക. ഘട്ടം 5, ഹെയർ സ്റ്റൈൽ തയ്യാറാക്കുക. ഇനി ഓരോ ഘട്ടവും വിശദമായി നോക്കാം. മുടി വൃത്തിയായി ഉണക്കിയെടുത്തുകൊണ്ട് ആരംഭിക്കുക. അകന്ന പല്ലുകളുള്ള ചീപ്പ് ഉപയോഗിച്ച് മുടിയിൽ ഉണ്ടാവാനിടയുള്ള കെട്ടുകൾ വേർപെടുത്തുക. കെട്ടുകളില്ലെന്ന് ഉറപ്പാക്കാൻ ഈ ഘട്ടം ആവശ്യമാണ്. മുടി മുഴുവൻ ചേർത്ത് ഒരു പോണിടെയിൽ സൃഷ്ടിക്കുക. ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഇതിനെ സുരക്ഷിതമാക്കുക. മുടിയെ 7 ഭാഗങ്ങളായി വിഭജിക്കുക. ഇതിനായി 5 ഇന്റർലോക്കുകൾക്കായി ഉപയോഗിച്ച അതേ പ്രക്രിയ തന്നെ പ്രയോഗിക്കുക. 3 ഭാഗങ്ങൾ പിൻ ചെയ്ത് മറ്റ് 4 ഭാഗങ്ങൾ വെറുതെ വിടുക. 3-ൽ ഒരു ഭാഗം മുകളിലും മറ്റൊന്ന് താഴെയും അവസാനത്തേത് ഇടതുവശത്തും പിൻ ചെയ്യുക. ബാക്കിയുള്ള 4 ഭാഗങ്ങളിൽ ഒന്ന് മുകളിലത്തേതിന്റെയും ഇടത്തേതിന്റെയും ഇടയിലും ഒന്ന് ഇടത്തേതിന്റെയും താഴത്തേതിന്റെയും ഇടയിലും 2 മുകളിലത്തേതിന്റെയും താഴത്തേതിന്റെയും ഇടയിലും ആയിരിക്കും. ഇനി മുകളിലെ ഭാഗമെടുത്ത് ചീപ്പ് ഉപയോഗിച്ച് പിന്നിലേക്ക് ചീകുക. ശേഷം വിരലുകൾ ഉപയോഗിച്ച് ചുരുട്ടുക. ഈ ചുരുൾ താഴത്തെ പോണിടെയിലിന്റെ മധ്യഭാഗത്ത് ഹെയർ പിന്നുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായി ഉറപ്പിക്കുക. ഒരു നല്ല ശീലം. ചുരുട്ടിയ മുടിക്ക് കൂടുതൽ ഉറപ്പും ബലവും നൽകാൻ
ചെറുതായി ഹെയർ സ്പ്രേ പ്രയോഗിക്കുക. ചുരുട്ടുന്ന പ്രക്രിയ പോണിടെയിലിന്റെ അടിയിൽ ആവർത്തിക്കുക. ആദ്യം പിന്നിലേക്ക് ചീകിയിട്ട് മുകളിലേക്ക് ചുരുട്ടി പോണിടെയിലിന്റെ മധ്യഭാഗത്തേക്ക് പിൻ ചെയ്യുക. ഇനി മൂന്നാമത്തെ ഭാഗത്തും ഇതുതന്നെ ചെയ്യുക. എന്നാൽ ഇത്തവണ അത് പോണിടെയിലിന്റെ മധ്യത്തിലൂടെ വലതുവശത്തേക്കായിരിക്കണം ചെയ്യേണ്ടത്. മുകളിൽ ഇടതുവശത്തുള്ള ആദ്യത്തെ കെട്ടാത്ത ഭാഗമെടുത്ത് ആദ്യത്തെ റോളിൽ പിൻ ചെയ്യുക. തുടർന്ന് അത് ചുരുട്ടി മൂന്നാമത്തെ റോളിന്റെ മധ്യഭാഗത്ത് പിൻ ചെയ്യുക. ഇനി താഴെയുള്ള അടുത്ത കെട്ടാത്ത ഭാഗത്തിനും ഇത് തന്നെ ചെയ്യുക. രണ്ടാമത്തെ റോളിൽ ഇത് പിൻ ചെയ്ത് പുറകിലേക്ക് ചീകി റോൾ ചെയ്ത് മൂന്നാമത്തെ റോളിന്റെ മധ്യഭാഗത്ത് പിൻ ചെയ്യുക. വലതുവശത്തും ഇതേ പ്രക്രിയ ആവർത്തിക്കുക. മുടി മുഴുവൻ നന്നായി ഹെയർ സ്പ്രേ പ്രയോഗിക്കുക. ഇത് ഹെയർ സ്റ്റൈൽ ക്രമീകരിക്കാനും പൊങ്ങി വന്ന് പറന്നേക്കാവുന്ന മുടിയിഴകളെ ഒതുക്കി വെക്കാനും സഹായിക്കും. ഹെയർ സ്റ്റൈലിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇത്രയുമേ വേണ്ടൂ. ലളിതമായ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 7 ഇന്റർലോക്ക് ഹെയർ സ്റ്റൈൽ സൃഷ്ടിക്കാൻ കഴിയും. ഇനി 8 ഇന്റർലോക്കിന്റെ നടപടിക്രമം എന്തെന്ന് നോക്കാം. ഇനി പറയുന്നവയാണ് ആ ഘട്ടങ്ങൾ. ഘട്ടം 1 മുടി ഒരുക്കുക. ഘട്ടം 2 ഒരു പോണിടെയിൽ സൃഷ്ടിക്കുക. ഘട്ടം 3 പോണിടെയിൽ 8 ഭാഗങ്ങളായി വിഭജിക്കുക. ഘട്ടം 4 മുടി ചുരുട്ടി 8 ഇന്റർലോക്കുകൾ സൃഷ്ടിക്കുക. ഘട്ടം 5 ഹെയർ സ്റ്റൈൽ സജ്ജമാക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായി നോക്കാം. പ്രക്രിയകൾ ആരംഭിക്കുന്നതിനു മുൻപ് മുടി വൃത്തിയുള്ളതും ഉണങ്ങിയതുമാണെന്ന് ഉറപ്പാക്കുക. മുടി ചീകി കെട്ടുകൾ ഒഴിവാക്കുക. ഒരു പോണിടെയിൽ സൃഷ്ടിക്കുക. ഈ പോണിടെയിലിനെ 8 ഭാഗങ്ങളായി വിഭജിക്കുക. 4 പ്രധാന ഭാഗങ്ങൾ മാത്രം പിൻ ചെയ്യുക. ബാക്കിയുള്ളവ കെട്ടാതെ വിട്ടേക്കുക. ആദ്യത്തെ ഭാഗമെടുത്ത് പോണിടെയിലിന്റെ മധ്യഭാഗത്തേക്ക് എത്തുന്ന വിധത്തിൽ താഴേക്ക് ചുരുട്ടുക. എന്നിട്ട് അത് പിൻ ചെയ്യുക. ഒരു നല്ല ശീലം. മുടി ഉറപ്പിച്ചു നിർത്താൻ ചെറുതായി ഹെയർ സ്പ്രേ പ്രയോഗിക്കുക. താഴെയുള്ള രണ്ടാമത്തെ ഭാഗം ഉപയോഗിച്ച് ഇതേ പ്രക്രിയ ആവർത്തിക്കുക. പക്ഷേ അത് മുകളിലേക്കാണ് ചുരുട്ടേണ്ടത്. ഇടത് റോൾ എടുത്ത് ആദ്യത്തെ 2 റോളുകൾക്ക് മുകളിൽ പിൻ ചെയ്യുക. വലത്തെ റോൾ കുറുകെ എടുത്ത് മറുവശത്ത് പിൻ ചെയ്യുക. ഇപ്പോൾ താഴെ ഇടതുവശത്തുള്ള ഭാഗം എടുത്ത് രണ്ടാമത്തെ റോളിന് സമീപം പിൻ ചെയ്യുക. ശേഷം എതിർദിശയിൽ ചുരുട്ടി അത് പിൻ ചെയ്യുക. മുകളിൽ ഇടതുവശത്തുള്ള ഭാഗം എടുത്ത് ആദ്യത്തെ റോളിന് സമീപം പിൻ ചെയ്യുക. ശേഷം എതിർദിശയിൽ ചുരുട്ടി അത് പിൻ ചെയ്യുക. മറുവശത്തും ഇതേ പ്രക്രിയ ആവർത്തിക്കുക. ഹെയർ സ്റ്റൈൽ ഉറപ്പിച്ചു നിർത്താൻ ഹെയർ സ്പ്രേ പ്രയോഗിക്കുക. വേണമെങ്കിൽ ഇന്റർലോക്ക് ബൺ നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയാക്കാവുന്നതാണ്. ഇപ്രകാരമുള്ള വിശദമായ ഘട്ടങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് മനോഹരമായ 8 ഇന്റർലോക്ക് ബൺ ഹെയർ സ്റ്റൈൽ സൃഷ്ടിക്കാൻ കഴിയും. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾ 5 ഇന്റർലോക്ക് ബണ്ണിന്റെ നടപടിക്രമം, 7 ഇന്റർലോക്ക് ബണ്ണിന്റെ നടപടിക്രമം, ഒപ്പം 8 ഇന്റർലോക്ക് ബണ്ണിന്റെ നടപടിക്രമം എന്നിവ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.